ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ സുരക്ഷിതമായ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച തൊഴിൽ അവസരവുമായി ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് നിരവധി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. നിലവിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ മൾട്ടി ടാസ്കിംഗ് ഒഴിവിലേക്കാണ് ഏകദേശം 567 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ നൽകുവാൻ സാധിക്കും, കൃത്യമായിട്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി തന്നെ അപേക്ഷ നൽകുന്ന ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള പുതിയ ചാനലുകൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിലവിൽ ഡൽഹി സബോർഡിനേറ്റ് ബോർഡ് 567 ഒഴിവിലേക്കാണ്, അതായത് മൾട്ടി ടാസ്കിംഗ് ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. പ്രായപരിധി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. എന്നാൽ SC, ST, OBC, അതേപോലെ PWBD വിഭാഗക്കാർ, അതേപോലെ EWS വിഭാഗക്കാർക്ക് വയസ്സിൽ ഇളവുണ്ട്. അതേപോലെ തന്നെ യോഗ്യത നേരത്തെ പറഞ്ഞ 10ാം ക്ലാസ് മിനിമം യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. സാലറി നോട്ട് ചെയ്ത് നോക്കുക. അതായത് എക്സാം എഴുതി ക്വാളിഫൈഡ് ആക്കുന്നവർക്ക് സ്റ്റാർട്ടിങ് 18,000 രൂപ മുതൽ 56,900 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ അപേക്ഷ ഫീ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. SC, ST, അതേപോലെ വിമുക്ത ഭടന്മാർ, വനിതകൾ, PWBD വിഭാഗക്കാർ തുടങ്ങിയവർക്ക് ഫീസില്ല. ഇനി മറ്റുള്ളവർക്കൊക്കെ കേവലം 100 രൂപയാണ് ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷ സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ടത്. അപ്പോൾ അതേപോലെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ മാർച്ച് 8 വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കാം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഈ മികച്ച അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കാരണം ഏകദേശം 600-നടുത്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ സുരക്ഷിതമായ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന അവസരം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും? അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് അപേക്ഷ നൽകുന്നതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. DSSBonline.nic.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക്, അതായത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് എന്നുള്ള ഒരു ഡയറക്റ്റ് പേജിലോട്ട് നിങ്ങൾ കയറാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു പേജ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഫീൽഡ്സ്, അതായത് സ്റ്റാർ ഇട്ടതൊക്കെ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇതിൽ സ്റ്റാർ ഇട്ടത് നിങ്ങൾ നിർബന്ധമായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അപേക്ഷ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ നെയിം ഓഫ് അപ്ലിക്കൻ്റ്, നിങ്ങളുടെ നെയിം ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ SSLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ചെയ്യുന്നവർ സ്പെല്ലിംഗ് കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. അതേപോലെ എൻ്റർ നിങ്ങൾ ഒന്നുകൂടി എൻ്റർ ചെയ്യുക. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് SSLC ബുക്കിൽ അതേ രീതിയിൽ കൊടുക്കുക. അത് രണ്ടാമത് പിന്നെയും എൻ്റർ ചെയ്യുക. അതായത് നിങ്ങൾ ഈ പറയുന്ന ഡൽഹി സബോർഡിന് കീഴിലുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് ഫസ്റ്റ് ടൈം അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിലാണ്. ഇനി അല്ലാത്ത ഓൾറെഡി അപേക്ഷ കൊടുത്തവരാണ് ജസ്റ്റ് നേരത്തെ ഹോം പേജിൽ നിങ്ങൾ സൈൻ ഇൻ എന്ന് കാണുന്നു. സോ അവിടെ സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വിളിച്ച മൾട്ടി ടാസ്കിംഗ് ഒഴിവിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ എൻ്റെ റോൾ നമ്പർ, 10ാം ക്ലാസ്സിലെ റോൾ നമ്പർ, 10ാം ക്ലാസ്സിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ, അപ്പോൾ അതിൻ്റെ റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി സെലക്ട് ഇയർ ഓഫ് പാസിംഗ്, 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഇയർ അത് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. സെലക്ട് ജെൻഡർ, അതേപോലെ തന്നെ എൻ്റർ ചെയ്യുക. പിന്നെ നാഷണാലിറ്റി, അതേപോലെ ഫാദർ നെയിം, എൻ്റർ ഫാദർ നെയിം, മദർ നെയിം, അതേപോലെ തന്നെ സ്പൗസ് നെയിം. അതായത് ബന്ധപ്പെട്ട നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജസ്റ്റ് നോർമലായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമാണ് ഇവിടേക്കുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ മാൻഡേറ്ററി ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇമെയിലും മാൻഡേറ്ററി ആണ്. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെ നിങ്ങൾക്ക് OTP എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, നിങ്ങൾക്കെല്ലാം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇമെയിലിൽ നിങ്ങൾക്കൊരു OTP നമ്പർ വരും. ആ OTP നമ്പർ കൃത്യമായിട്ട് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്കിവിടെ ഗെറ്റ് OTP അടിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഐഡൻറ്റിറ്റി പ്രൂഫ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ കേസ് ആധാർ നമ്പർ ഈസ് പ്രൊവൈഡഡ് ദെൻ നോ സ്കാൻഡ് ID പ്രൂഫ് ഈസ് റിക്വയർഡ് ടു ബി അപ്ലോഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആധാർ നമ്പർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ID പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡു യു വാണ്ട് ടു ഗിവ് ആധാർ as an ID പ്രൂഫ്? നിങ്ങൾക്ക് ആധാർ കാർഡ് ഉള്ളവർ ജസ്റ്റ് യെസ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ നെയിം AS ഓൺ ആധാർ നമ്പറിൽ കൃത്യമായിട്ട് നെയിം അതേപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ ID പ്രൂഫ് ഹാസ് എൻറ്റേർഡ് ബൈ ദ
applicant will be cross checked at the time of examination and submitted. നിങ്ങൾ കൃത്യമായിട്ട് ID പ്രൂഫ് നിങ്ങളുടെ ആധാർ കാർഡിൽ നെയിം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ ഉറപ്പിക്കേണ്ടതാണ്. ആധാർ കാർഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളത് മാറ്റം വരുത്തിയതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ അപേക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക. ഇനി പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ നെയിം, ഉദാഹരണത്തിന് എൻ്റെ നെയിം സവാദ്, അപ്പോൾ S ക്യാപ്സ് ലെറ്റർ കൊടുക്കുക, സവാദ് @123 ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, അതായത് നെയിം ക്യാപ്സ് ലെറ്റർ ഫസ്റ്റ് കൊടുക്കുക, അതേപോലെ ശേഷം ഏതെങ്കിലും ഒരു ഡിജിറ്റ് നിങ്ങൾ കൊടുക്കുക, അതേപോലെ റീ എൻ്റർ പാസ്വേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അണ്ടർടേക്ക് എന്നുള്ള കോൾ ടിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ജസ്റ്റ് പ്രിവ്യൂ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ ഒക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങളുടെ ഐ ഹാവ് സീൻ ഓക്കെ അതുകൂടി ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന മൾട്ടി ടാസ്കിങ് എന്നുള്ള ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ഡൽഹി സബോർഡിനേറ്റ് കീഴിൽ എക്സാം എഴുതിയവരാണെങ്കിൽ നേരത്തെ എഴുതിയ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ID അത് നിങ്ങൾ ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന തസ്തികയിലോട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ടുള്ള മൾട്ടി ടാസ്കിങ്ങിലേക്ക് എല്ലാവരും, അതായത് നോർമലായിട്ടുള്ളവർക്ക് ജസ്റ്റ് 100 രൂപയാണ് അത് ഓൺലൈനായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത്. ബാക്കിയുള്ളവർക്ക് ഫീ ആവശ്യമില്ല. കൃത്യമായിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾ മൾട്ടി ടാസ്കിങ്ങിൽ ആ ഒരു വേക്കൻസിയിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ, അതായത് മാർച്ച് വരെ സമയമുണ്ട്, എന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ കൊടുത്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അത് കൃത്യമായിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പോകുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, പരമാവധി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ജോബ് സംബന്ധമായിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.